ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു മീൻ കറി വെക്കാം നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ്. നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന പാത്രം ഒന്ന് ചൂടാക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിവതും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് മീൻ കറി വെക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറിക്ക് കറക്റ്റ് ആ ഒരു രുചി കിട്ടത്തുള്ളൂ. ഞാനിവിടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ജസ്റ്റ് കല്ലിൽ വെച്ചൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമുക്കിതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ എടുക്കാം. മസാല ഇടുന്നതിന് മുൻപായിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ചൂട് കൂടുതലാണെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്ത മീനിൻ്റെ കണക്കിനാണ് മുളക് പൊടി ഇട്ടത്. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ കണക്കിന് കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് മുളക് പൊടി ഇടാവുന്നതാണ്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. എല്ലാം ഇട്ട് കൊടുത്ത് അതിനകത്തിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് ഇതിനകത്തിലേക്ക് എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയാണ്. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കുന്നുണ്ട്. ഇളക്കി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി ലൂസാക്കി എടുക്കാനായിട്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളവും കൂടി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി വെള്ളവും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീൻ കഷ്ണം ക്ലീൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാനൊരല്പം വിനാഗിരിയിൽ ഇട്ട് വെക്കും. അത് അതിൻ്റെ ഒരു ചോര പോകാനും ആ ഒരു മണം പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിന് മുന്നായിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ കറിക്ക് അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 to 20 മിനിറ്റ് വരെ ഒന്ന് കുറഞ്ഞ തീയിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ട് നല്ല അടിപൊളി കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.